അമേരിക്കന്റെ ഭാഗ്യം കൊണ്ട് കഴിച്ചതായി. ഭാഗ്യം കൊണ്ടാ. ഇറാൻ എന്താ അറിയോ, ഇപ്പൊ യുദ്ധം എന്തായാലും നടക്കില്ല, 100% ഉറപ്പായി. അമേരിക്ക ഒരു ഒലക്കയും നടക്കൂല എന്ന് മനസ്സിലായി. കാരണം അതുപോലെ ഭാഗ്യം കൊണ്ടാ. ഞാൻ പറയുന്നത് അറിയോ, ഇറാന്റെ കയ്യിൽ നിന്ന് കഴിച്ചിലായി അമേരിക്ക ഇസ്രായേൽ. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും ഉചിതം. പറയാനുള്ള കാരണം എന്താ അറിയോ, ആയിരക്കണക്കിന് ടോളുകളാണ് ഈ എബ്രഹാം ലിങ്കൺ എന്ന കപ്പലെ ചുറ്റും ഇറാന്റെ ആയിരക്കണക്കിന് ടോളുകൾ ഒരേ സമയത്ത് ഇങ്ങനെ പറന്നുകൊണ്ട് നിൽക്കുന്ന രംഗം കണ്ടിട്ട് രോഗം ഇങ്ങനെ എഴുതി നിൽക്കുകയത്. അത് കണ്ടിട്ട് അത് കാണിക്കാൻ പറ്റില്ല. കാണിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ കാണട്ടോ. ജനങ്ങൾ സത്യസന്ധമായ ന്യൂസ് ഇതാണെങ്കിൽ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇവിടുന്ന് ഞങ്ങൾ ഇറാൻ ആക്രമിക്കാൻ സമ്മതിക്കില്ല. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ, എല്ലാ സമയത്തും വർഷങ്ങൾക്ക് മുമ്പാണ്, എന്താ പറയുക, ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പേ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ പല സമയത്തും ഈ അമേരിക്ക ചതിയിലൂടെ മാത്രമാണ് എല്ലാ സ്ഥലത്തും അമേരിക്കൻ ക്യാമ്പുകളും അതുപോലെ അമേരിക്ക നിങ്ങൾക്ക് എല്ലാവരും പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞു ഞാൻ അവിടേക്ക് ചേക്ക് കയറിയിട്ടുള്ളത്. പല സ്ഥലത്തും യുദ്ധങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു പ്രേരിക്കും, മറ്റേ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, എന്നിട്ട് പഞ്ചായത്താരി വരും. അങ്ങനെ സ്ഥാപിച്ചെടുത്തതാണ് ഓരോ സ്ഥലത്തും പല പട്ടാള ക്യാമ്പുകൾ, പല രാജ്യങ്ങൾ, ഖത്തർ, എല്ലാ രാജ്യത്തിലും. അന്ന് ചോര കുടിക്കുക തമ്മിൽ, ഈ അറബി രാജ്യങ്ങൾ തമ്മിലടുപ്പിച്ച് ഞാൻ ചോര കുടിക്കുക. ഇപ്പൊ വിചാരിച്ച കാര്യം എന്താ അറിയോ, ഒന്ന് സൗദിന്നോ അല്ലെങ്കിൽ ഖത്തറിനോ നേരിട്ട് ഇങ്ങനെ ഇറാൻ അടിക്കും. ഇറാൻ അടിച്ചു കഴിഞ്ഞാൽ എന്താ, ഇറാൻ ശക്തമായി തിരിച്ചടിക്കും. അത് കഴിഞ്ഞാൽ അമേരിക്ക ടച്ചങ്ങ് പോകും. പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ച് പിന്നെ ഖത്തറിനെ അടിച്ചു വെച്ചാൽ ഖത്തർ രാജ്യത്തിൽ ഇറാൻ വിടൂല. എന്നാൽ പോലും തല്ലാം. എന്നാൽ അമേരിക്ക പിന്നെയും വരും, മധ്യസ്ഥരായ പിന്നെയും വരും. പിന്നെ അങ്ങനെയാണ് ചോര ഊറ്റി കുടിക്കുന്ന പരിപാടി. നമുക്ക് അറബി രാഷ്ട്രീയം മനസ്സിലായി. എനിക്ക് തോന്നുന്നത് പണ്ടത്തെ പോലെ നല്ല. അപ്പോൾ ഒരു ലേശം വിവരം വെച്ച് തോന്നും അല്ലേ, ഈ അറബ് രാജ്യത്തിലൊക്കെ ലേശം വിവരം വെച്ച് തോന്നും. കാരണം ബുദ്ധിപരമായി ചിന്തിക്കലുണ്ട്. കാരണം മനസ്സിലായി അമേരിക്ക ചതിക്കും, അമേരിക്കയിലെ കെണിയാന്ന് മനസ്സിലായ ശേഷം അവരെന്ത് ചെയ്ത് അറിയോ, ഇവിടെ സമ്മതിക്കില്ല, ഒരു സംഗതി ഇവിടെ സമ്മതിക്കില്ല, നിങ്ങളെ വഴിക്ക് പോവുക, വേറെ ആരെങ്കിലും ചെയ്തേ കുഴപ്പമില്ല, ഞങ്ങൾ അതിശക്തമായി എതിർക്കുകയും ചെയ്യും അറബ് രാജ്യങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ എന്താ ശരിക്കും കഴിച്ചില്ലാതാ, ഇറാന്റെ കയ്യിൽ നിന്ന് കഴിച്ചില്ലാതാ. യുദ്ധം എബ്രഹാം ലിങ്കനൊക്കെ കുപ്പയിലങ്ങ് പോവുകയും നെഹന്യാവും ഒക്കെ കുപ്പയിലങ്ങ് പോവുകയില്ല, ഇസ്രായേൽ രാജ്യം തന്നെ ഉണ്ടാവില്ലായിരുന്നു. അത്രയും വലിയ സന്നാഹങ്ങളാണ് ഇറാൻ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഒരു വിരൽത്തുമ്പിൽ പറഞ്ഞേ മനസ്സിലാക്കാൻ അറിയോ, ലേശം ചോറ് തന്ന ഒരു ഉളുപ്പുണ്ടായിരുന്ന അമേരിക്ക എപ്പോഴും അടിച്ചുതരാം. അത്രയ്ക്കും വലിയ വെല്ലുവിളികൾ മാത്രമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വളരെ ശക്തമായ എതിർപ്പുകളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഒരു പുല്ലും ചെയ്യൂലാന്ന് പച്ചക്കണ്ട് പറയാ, നിങ്ങൾ ചെയ്ത് കാണിക്ക്. ഇത് കുറയ്ക്കാണ്ട് എന്ന് കുറയ്ക്കാണ്ട് നിങ്ങൾ കാണിച്ചു തരും. ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം എന്താണ് യുദ്ധം, എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്. അമേരിക്കന്റെ ശരിക്കും പറയാം, അമേരിക്ക കഴിച്ചിലാകാം. യുദ്ധം ചെയ്യാണ്ട് പോവുകയാണ് ഒരു കഴിച്ചിലായെന്ന് പറയാം. എന്താ പറയുക, സംഖ്യകൾ പറയുമ്പോൾ എന്താ അറിയോ, ഈ കമന്റ് ബോക്സിൽ വന്ന് ഞാൻ തേറി വയ്ക്കുന്ന മൊട്ടന്മാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, അതുപോലെ ഓരോ സംഖ്യകൾ ചാനലുകൾ പറയുന്നത് എന്താ അറിയോ, അമേരിക്ക വലിയ സംഭവമാണ്, മറ്റേതാണ് മറിച്ചാണ് പറയുന്നത് ഫേക്കായ ന്യൂസുകൾ. ഇത് നമ്മൾ പച്ചക്ക് കറക്റ്റായ ലൈവ് കാര്യങ്ങൾ പറയുക, വളരെ വ്യക്തമായ നൈസായി നല്ല ന്യൂസാണ് പറയുന്നത്, സത്യസന്ധമായ ന്യൂസാണ്. ഒന്നും ചെയ്യില്ല അമേരിക്ക. ഇറാൻ ഒരു എന്താ അറിയോ, ഇറാൻ അവിടേക്ക് ഒരു പടക്കം പോലും പൊട്ടിക്കാനുള്ള ധൈര്യമില്ല, അതിനാഭ്യത്വം ഇറാനില്ല, അമേരിക്കക്കില്ല, ഇസ്രായേലിനും ഇല്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് എല്ലാ വിധത്തിൽ തകർന്ന് കളിക്കുകയാണ്. ഓരത്തെ ആയുധമല്ല, ഓരത്തെ പൈസ അല്ല, ആ സംഗതി ഒന്നും ഇസ്രായേലിന്റെ കയ്യിലില്ല, അമേരിക്കയുടെ കയ്യിലുണ്ട്. പക്ഷെ ഓരോ ചെയ്യൂല, പേടിച്ച് ചെയ്യൂല. ആ ഒരവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. 8ന്റെയും 16ന്റെയും പണി കിട്ടും. കാരണം അമേരിക്ക എന്നൊക്കെ ഇറാനിലേക്ക് മിസൈൽ ഇടുക എന്ന് പറഞ്ഞാൽ ലേശം ബുദ്ധിമുട്ടാണ്. തിരിച്ച് കിട്ടുന്ന പണി എങ്ങനെയാണെന്ന് പറയാൻ കിട്ടിയല്ല. ഏത് അല്ല പിന്നെ അമേരിക്ക എന്ത് ചെയ്യണമെന്ന് പറയാം, അമേരിക്ക ഒന്ന് നേരെ പോയിട്ട് മിസൈൽ കഴിക്കുക, മറ്റൊരു രാജ്യത്തുള്ള പിന്നെ ഈ പട്ടാൾക്കാരെ മൊത്തം വലിച്ചും ഞാൻ അങ്ങോട്ട് പോവുക. ആ സമയത്ത് ഒരു കുഴപ്പം എന്താ അറിയോ, ഓരോ ബിസിനസ്സൊക്കെ അങ്ങ് പൊട്ടിപ്പോകും. ഏത് ഈ ലോക പോലീസിന്റെ സംഭവം ഒക്കെ പൊട്ടിങ്ങാൻ, സാമ്പത്തികമായിട്ട് വെടിഞ്ഞുങ്ങാൻ ഏറ്റവും താഴ്ന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറും. അതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. ഏത് നഷ്ടം പറ്റുന്ന പരിപാടിക്ക് അമേരിക്ക നിൽക്കൂലേ, ചതിക്കാനും എന്താ അറിയോ, യൂട്യൂബ് പോകാൻ കാര്യം നിർത്താൻ മാത്രം പോലും നടത്തും. പക്ഷെ ആ ചതികളൊന്നും മനസ്സിലാകുന്നില്ല അറബ് രാജ്യത്തിലെയും കാലം. ഇപ്പം മനസ്സിലായി തുടങ്ങി തോന്നി. ഏതാണ് ഇറാനാണ് ഞാൻ പറയുന്നത്, ഇറാനാണ് എന്താ പറയുക മാസ്. ഇത് അമേരിക്കയെ പോലും പോടാ പുള്ളേ എന്ന് പറയാൻ പറ്റിയൊരു കഴിവുള്ള രാജ്യം ലോകത്ത് കയറുണ്ട്. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, പോടാ പുള്ളേക്ക് ചെറുക്കാണ്ട് പോടാ ഒരു
ഇവിടെ എന്ന് പറയാൻ പറ്റിയ ധൈര്യമുള്ള ഒരു രാജ്യം ഏത് അള്ളങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. ഇറാൻ അല്ലാതെ വേറെ ഏത് രാജ്യത്തിന് കഴിയും? എന്താ അറിയോ, ഈ ലോകം തന്നെ ഇറാനിലേക്ക് ഉറ്റുനോക്കുകയാണ്. ഇറാന്റെ ആയുധങ്ങൾ കണ്ട്, ഇറാന്റെ പെർഫോമൻസ് കണ്ട്, ഇറാൻ വാക്കുകൊണ്ട് മാത്രമല്ല പ്രവർത്തി കൊണ്ട് കാണിച്ചു കൊടുക്കും. അതുപോലെ ഓര് നശിപ്പിക്കുന്ന ഒരു നശിപ്പിച്ചിരിക്കും. ഓരെന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഓർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം മാത്രമേ പറയൂ. മറ്റേ അമേരിക്കയിലെ പ്രസിഡന്റ് വിടവായി ഇടുമ്പോൾ എന്തോ തൊള്ളായിരത്തി കോടി പറയുമ്പോൾ പറയാൻ പറ്റിയ ഒരു ടീമല്ല ഇറാൻ. ഇറാൻ പറഞ്ഞാൽ ഇറാൻ ചെയ്യും. അതാണ് അതിൻ്റെ സത്യം. ഏതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക് യു വെരി മച്ച്.